നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ ആതിര കൊലപാതക കേസിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആതിരയെ എന്തിന് പ്രതി ജോൺസൺ കൊലപ്പെടുത്തി എന്നുള്ള മറുപടിയായി ഇയാൾ പറഞ്ഞത് തന്നെ ഒഴിവാക്കുമെന്ന് തോന്നിയതിനാലാണ് കൃത്യം ചെയ്തതെന്നാണ്. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇയാൾ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസന്റെ മൊഴികളിൽ നിന്ന് വ്യക്തമാണ്. സംഭവ ദിവസം രാവിലെ 6:30 പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നത്. സംശയം തോന്നാതിരിക്കാൻ കാൽനടയായിട്ടായിരുന്നു ഇയാൾ കഠിനകുളത്തുള്ള ആതിരയുടെ വീട്ടിലേക്ക് എത്തിയത്. ഭർത്താവും കുട്ടികളും പോകുന്നതുവരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു. ശേഷം 9 മണിയോടെയാണ് വീട്ടിലേക്ക് കടക്കുന്നത്. ആതിരയോട് ചായ ഇട്ട് തരാൻ ആവശ്യപ്പെടുകയും യുവതി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു. ജോൺസൺ വീട്ടിലേക്ക് വരുമ്പോഴും തന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് ആതിരയ്ക്ക് ഒരിക്കൽ പോലും സംശയത്തിന് ഇട നൽകിയില്ല. കിടപ്പുമുറിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ ആതിരയ്ക്ക് ബഹളം വെക്കാനോ പ്രതികരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അരമണിക്കൂർ സമയം പോലും പ്രതി ആ വീട്ടിൽ ചെലവഴിച്ചിരുന്നില്ല. 9 മണിയോടുകൂടി വന്ന് 9:30 വീട്ടിലേക്ക് എത്തി കൃത്യം നടത്തി മടങ്ങുകയായിരുന്നു. തന്നെ ഒഴിവാക്കുമെന്ന് ഭയന്നാണ് കൃത്യം നടത്തിയതെന്ന് പ്രതി പറയുമ്പോഴും ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു. ആതിര നൽകിയ 1 ലക്ഷത്തിലധികം രൂപ തിരിച്ചു ചോദിക്കുകയോ ഇത് സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് വ്യക്തത വരാനുണ്ട്. കൂടാതെ ഭർത്താവിന്റെ മൊഴികളിലും പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് സൂചന. ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ജോൺസൺ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. കത്തി കുത്തി ഇറക്കിയ ശേഷം വലിച്ചൂരി കഴുത്തറുത്തുവെന്നും പ്രതി പറയുന്നു. ധരിച്ചിരുന്ന ഷർട്ടിൽ രക്തം പുരണ്ടതിനെ തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത്. ആതിരയുടെ സ്കൂട്ടർ എടുത്തതിന് ശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിൻ മാർഗമാണ് കോട്ടയത്ത് എത്തിയത്. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിരുന്നു. കുറിച്ചിയിൽ ഇയാൾ ഹോം നഴ്സായി ജോലി ചെയ്ത വീട്ടിൽ നിന്നുമാണ് ചിങ്ങവനം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഈ വീട്ടിലെ യുവതിയാണ് ജോൺസനെ തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിച്ചത്. പെട്ടെന്ന് വീട്ടിലെത്തി ബാഗുമായി കടന്നു കളയാൻ ശ്രമിച്ച ജോൺസനെ തന്ത്രപൂർവ്വം പിടിച്ചു നിർത്തിയാണ് കോട്ടയം ചിങ്ങവനത്തെ രേഷ്മയും കുടുംബവും പോലീസിനെ വിളിച്ചു വരുത്തിയത്. പാരസെറ്റമോളും എലിവിഷവും കഴിച്ചാണ് ജോൺസൺ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. 48 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആശുപത്രി വിടുന്ന കാര്യത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കും. അതിനിടെ കേസിന്റെ തുടർ നടപടികൾക്കായി കഠിനംകുളം പോലീസ് കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 21-നാണ് ആതിരയെ പ്രതി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ഉള്ളിൽ വിഷമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണ്. 2 ദിവസമെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇതിനു ശേഷമായിരിക്കും പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക. നിലവിൽ ആശുപത്രിയിലുള്ള പ്രതി പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇന്നലെ ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി കഠിനകുളത്തു നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ആതിരയുമായി ജോൺസന് 1 വർഷത്തിലേറെ അടുപ്പമുണ്ട്. ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയോട് അവരെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ പ്രതി നിർബന്ധിച്ചു. ആതിര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.